സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. മനോജ് കുമാറാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ കത്ത് അയക്കുന്നത് വൈഫിന് വേണ്ടിയിട്ടാണ്. വൈഫിന് ഗവൺമെൻറ് ജോലിയുണ്ട്, ഇപ്പോൾ സസ്പെൻഷനിലാണ്. ചില കൂട്ടുകാർക്ക് വേണ്ടി വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. ഇപ്പോൾ അതാകെ പ്രശ്നമായി. പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. തിരികെ ജോലിയിൽ കയറാനാകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ചില പ്രത്യേക കാലങ്ങൾ മോശമാവുമ്പം നാടൻ ഭാഷയെ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് അത് ഷോർട്ട് ഫോമാണ്. എന്താണ് വിനാശകാലം? വ്യാജഗ്രഹത്തെയും ശനിഗ്രഹത്തെയും മുൻനിർത്തിയാണ് പ്രധാനമായിട്ടും നല്ല കാലമെന്നും ദോഷകാലമെന്നും പടുകാലമെന്നും ഒക്കെ പറയുന്നത്. എന്താണ് ഇവർ ചെയ്യുന്നത്? ജനിച്ച രാശിയുടെ 3-ാമത്തെയും 6-ാമത്തെയും 8-ാമത്തെയും 12-ാമത്തെയും രാശിയിൽ ഗുരു അല്ലെങ്കിൽ ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ നാരായണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു, ജൂപ്പിറ്റർ, സോളമൻ എന്നൊക്കെ പറയുന്ന വിവിധ ഭാവങ്ങളിൽ പറയുന്ന വ്യാഴഗ്രഹം മറയുന്ന കാലഘട്ടം, അതായത് സഞ്ചരിക്കുന്ന കാലഘട്ടം 3-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും. അതോടൊപ്പം ജന്മശനി, ഏഴരശനി, കണ്ടകശനി മുതലായിട്ടുള്ള ശനി ഗ്രഹവും ഗോചരവശാൽ വാർഷിക ഫലം അനുസരിച്ചും 2.5 വർഷം വീതം ഓരോ രാശിയിൽ വരുന്ന കാലഘട്ടവും ഇവ ഒന്നിക്കുമ്പോഴും കാളസർപ്പം ഏറ്റുമുട്ടുമ്പോഴും. കാളസർപ്പം എന്ന് പറഞ്ഞാൽ രാഹുകേതുക്കൾ ഈ ഗ്രഹങ്ങളുടെ ഇടയിൽ വരിക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുന്ന പോലെ ഗ്രഹണം ബാധിക്കുന്ന സന്ദർഭമാണ്. അവർക്ക് ബലദാന ശേഷി ഇല്ല. ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് സ്കോർപ്പിയോ, അതായത് വൃശ്ചിക ലഗ്നക്കാർക്ക് അതിൽ പെട്ടെന്ന് വിശാഖവനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിൽപ്പെടുന്നവരും അവർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചിലപ്പം ആ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ, അത്രോ പ്രോപ്പർ ചാനൽ വിട്ട് ഇടറി മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങിപ്പോകും. അതായത് കണക്കല്ലെങ്കിൽ അധർമ്മ മാർഗങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അവനവന് വേണ്ടി മാത്രം ആയിരിക്കുകയില്ല, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി. എന്തെല്ലാം അപഖ്യാതി കേട്ടാലും ശരി, കപ്പലിൽ നങ്കൂരമിട്ട പോലെ എന്ത് കൊടുങ്കാറ്റ് വന്നാലും ശരി, ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല, എൻ്റെ ആപത്സമയത്ത് സഹായിച്ചവനാണ്, അവൻ എന്ത് വന്നാലും ഞാൻ കൂടി ഉണ്ടാവും എന്നുള്ള നില ദൃഢപ്രതിജ്ഞയോടെ നിൽക്കുന്ന ചില ആളുകളുണ്ട്. അത് സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്. അതിനകത്ത് ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ ഭേദമന്യേ ഈ രാശിയിലും ഈ ലഗ്നത്തിലും അവർക്ക് ഈ പറഞ്ഞ പോലെ വ്യാഴം 3-ലും 8-ലും 6-ലും 12-ലും ജന്മശനി, ഏഴരശനി, കണ്ടകശനി മുതലായ കാലഘട്ടങ്ങളും കാളസർപ്പം, മാതൃകാളസർപ്പം, ധനകാളസർപ്പം, കൂട്ടുത്തരവാദിത്വ കാളസർപ്പം, ലഗ്നകാളസർപ്പം, തൊഴിൽ കാളസർപ്പം, ദാമ്പത്യ കാളസർപ്പം, ഇങ്ങനെയുള്ളതിനകത്ത് വിവിധങ്ങളായ മാർഗങ്ങൾക്ക് വേണ്ടി, ധനത്തിന് വേണ്ടി, അല്ലെ ജോലിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, അല്ലെങ്കിൽ സംപ്രീതിക്ക് വേണ്ടി എന്നല്ല, എല്ലാം അതിനകത്ത് ഉൾപ്പെടും. ചില അധമ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിച്ചു. അപ്പം സുഹൃത്തുക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കാമിനിക്ക് വേണ്ടി, അല്ലെ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. ആപ്പിലായി. ഇപ്പോൾ പ്രിയതമയില്ല, ആരുമില്ല. സംഭവം അവരെ ആസനത്തിൽ പൊടിയും തട്ടി അവരങ്ങ് പോയി. ഇദ്ദേഹം പെട്ടു. ചിലപ്പം വലയും ക്രിമിനൽ കുറ്റങ്ങളോ തടവും പിഴശിക്ഷയും ഉള്ളിൽ പോവുകയോ ചെയ്യും. അവിടം വരെ വരാവുന്നതാണ്. കഴിവതും വേഗം വന്ന അബദ്ധങ്ങൾ ഏറ്റെടുത്ത് എത്ര ധൈര്യത്തോടെയാണോ ഈ കുറ്റകൃത്യങ്ങൾ കൂട്ടുനിന്നത്, അതിൻ്റെ ഇരട്ടി ധൈര്യത്തിൽ കുറ്റം ഏറ്റുപറഞ്ഞു അവയുടെ നഷ്ടം നികത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും യുക്തം. കാരണം പെട്ടെന്ന് തന്നെ
ഇവർക്ക് അതിൽ നിന്നൊരു വ്യതിയാനം ഈ രാശിക്കാർക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്, സ്റ്റാർ ചേഞ്ച് അനുസരിച്ച്. കാരണം കാലസർപ്പം ഒന്നുകൂടെ മുറുകുന്നു, ശനിദോഷങ്ങൾ ഒന്നുകൂടെ മുറുകുന്നു. വ്യാഴഗ്രഹം അങ്ങനെ പെട്ടെന്നൊന്നും അഷ്ടമരാശിയിൽ നിന്ന് ഭാഗ്യത്തിലേക്ക് മാറുന്നില്ല. വരുന്ന മെയ് ജൂൺ വരെ വേണം. ഇവിടെ ഓരോ സെക്കൻഡും ഇയാളെ പിടികൂടാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെറുതെ മെയ് വരെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിനു മുമ്പ് വ്യാഴഗ്രഹത്തെയും ശനിഗ്രഹത്തെയും പ്രീതിപ്പിക്കുക. മഹാസുദർശനം, കാരാഗ്രഹ നിവൃത്തി എന്നൊക്കെ പറയുന്ന, കാരാഗ്രഹം എന്ന് വെച്ചാൽ ജയിലിൽ നിർത്തം, അതിൽ നിന്ന് മോചനമാവാനും അതിനു മുമ്പ് കുറ്റം ഏറ്റുപറയുക, അതിൻ്റെ നഷ്ടം നികത്തുക, എന്നിട്ട് പ്രായശ്ചിത്തവും ചെയ്യുക. പ്രായശ്ചിത്തത്തിൽ സുദർശന ഹോമമുണ്ട്, ഭാഗ്യസൂക്തമുണ്ട്, മൃത്യുഞ്ജയം എന്ന് പറയുന്ന കർമ്മങ്ങളുണ്ട്. അതുപോലെ രാഹുബലി, സർപ്പബലി, നീരാഞ്ജനം മുതലായ ശനി രാഹു പ്രീതികളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം അദ്ദേഹത്തിന് വീണ്ടും അവിടെ തന്നെ ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കുറ്റങ്ങൾ, ഒരു DAയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ബാരി ചെയ്തിട്ട് കയറിക്കൊള്ളാൻ പറയും. മേലിലുണ്ടാവരുത്, എടുത്തകത്തിടും എന്നൊക്കെയുള്ള ഒരു വാണിങ്ങും ഒക്കെ കൊടുക്കും. എന്തായിരുന്നാലും ഇനി ഇത്തരം കാര്യങ്ങളിൽ സമരമുറയിൽ നേതൃത്വം നിന്നാൽ ആപത്താണ്. അതൊക്കെ എല്ലാ രാജ്യങ്ങളിലൊന്നും ചിലപ്പോൾ പെട്ടെന്ന് വരികയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുക. വൃശ്ചിക ലഗ്നക്കാരെ, പ്രത്യേകിച്ച് വിശാഖനിജം നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ സമയം അത്ര മോശമാണ്. കീറിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ കേറ്റാൽ അവസാനം പഴയ ആളുകൾ പറയുന്നില്ലേ, ഈ അപ്പിയിട്ടവനെ ചുമന്നവനെ നാകുന്നു പറഞ്ഞ മാതിരി അതുപോലെയുള്ള കൂട്ട് നിൽക്കരുത്. ആദ്യമേ ഗുണദോഷിച്ച് തിരുത്തി മാറ്റുക, അല്ലെങ്കിൽ ഇതിന് ഞാൻ കൂട്ടുന്നത് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മാറുക, അല്ലെങ്കിൽ ഗുണദോഷിക്കുക. ഇതൊക്കെയാണ് അന്നേരത്തെ മുഷിവേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്രകാരം മൃത്യുഞ്ജയ ഹോമവും സുദർശനവും സർപ്പത്തിന് 100 പാലും അതോടൊപ്പം കുറ്റം ഏറ്റുപറയുകയും തിരുത്തേണ്ടവ തിരുത്തുകയും ചെയ്യുക. ഇത്തരം ആളുകളെ ഇത്തരം പ്രലോഭനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയുക.